പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സെപ്റ്റംബർ 14 നമ്മൾ സ്ലീബ പെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് വേറൊരു വിശേഷ ദിവസമുണ്ട്. അത് ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണ ജയന്തി. അവർ അത് ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്തു മതത്തിലെ സ്ലീബ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഹെലനി രാജ്ഞി യെരുശലേമിൽ വെച്ച് സ്ലീബ കണ്ടെടുത്തു. അതിൻ്റെ ഓർമ്മയായിട്ടാണ് സ്ലീബ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഒരു സ്ലീബ പെരുന്നാളിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഈണം ശരിയല്ലെങ്കിലും ഒന്ന് പാടാം. യൂതന്മാർ പടുകുടിയിൽ പൂട്ടിയ ജീവസ്ലീബ ഹെലനി രാജ്ഞി മഹോത്സാഹത്താൽ കണ്ടുപിടിച്ചു. സ്പർശന മാത്രയിൽ ഒരു മൃതനുയിരാൽ അതു കണ്ടപ്പോൾ കർത്താവിൻ കുരിശെന്നാർത്തു ജനം ബഹുമാനിച്ചു. ഇടയ്ക്ക് 4 വരി വിടുകയാണ്. മഷിഹാതൻ ജാതം ചെയ്തൊരു ഗുഹതൻ ദ്വാരേ മൃതിമഷിഹായിൽ പ്രാപിച്ചോരെ പ്രതിപുതുമായി പൊടിയൊടു സമനം നിന്നിത മണ്ണും ഹീനനുമാം ഞാൻ പരിമളമിയലും പ്രശമന ബലിയെ അർപ്പിച്ചല്ലോ. AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ റോമ ചക്രവർത്തി ആയതിനു ശേഷം കോൺസ്റ്റന്റൈനിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് ബലഹീന സൈന്യങ്ങളുമായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ആകാശമധ്യേ ഒരു സ്വപ്നം കാണുകയാണ് സ്ലീബ. അങ്ങനെ കണ്ടപ്പോൾ ആ സ്ലീബായുടെ കൊടിക്കൂറ ചിഹ്നവുമായി യുദ്ധത്തിന് പുറപ്പെടുകയും ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ റോമ ചക്രവർത്തി ആയിത്തീരുകയും ചെയ്തു. AD 310 അദ്ദേഹം റോമ ചക്രവർത്തി ആയതിനു ശേഷം അതിനു മുൻപ് സഭയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നിർത്തലാക്കി. അപ്പം റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സഭ പീഡനത്തിൽ നിന്ന് സ്വതന്ത്രമായി. അന്നു മുതൽ പരിശുദ്ധ സഭ സ്ലീബായെ വിജയത്തിന്റെ അടയാളമായി കാണുകയാണ്. അതിന്റെ ശേഷം കോൺസ്റ്റന്റൈന്റെ മാതാവായ ഹെലനി രാജ്ഞി യെരുശലേമിലേക്ക് പോയി ഈ കുരിശിനെ കണ്ടെടുക്കുവാൻ വേണ്ടി. അപ്പോൾ അത് അറിയാവുന്നവർ യഹൂദന്മാരായിരുന്നു. അവരോട് ചോദിച്ചു. അതിൽ വൃദ്ധനായ ഒരുവൻ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും മൂടിയിട്ടിരുന്നത് തുറന്ന് അത് കണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ 3 കുരിശുകളാണ് കണ്ടെടുത്തത്. ഇതിൽ ഏതാണ് ക്രിസ്തുവിന്റെ കുരിശെന്ന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിൽ ഈ കുരിശുകൾ ഓരോന്നായി വെക്കുകയും കർത്താവിന്റെ കുരിശ് വെച്ചപ്പോൾ വളരെ പ്രകാശമുണ്ടാക്കുകയും ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നമ്മുടെ സഭ വിശ്വസിക്കുന്നത്. അങ്ങനെ ആ കർത്താവിന്റെ കുരിശിനെ കണ്ടപ്പോൾ അവിടെയുള്ളവർ ആർത്തു. വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ കുരിശിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആർത്ത് വിളിച്ചു. പിന്നീട് വലിയ ആഘോഷത്തോടെ ആ കുരിശ് കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ സഭ സ്ലീബ പെരുന്നാൾ കൊണ്ടാടുകയാണ്. പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്ന എന്താണ്? കർത്താവ് യേശു മിശിഹായുടെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് എന്താണ്? കുരിശിലല്ലാതെ പ്രശംസിക്കാൻ എനിക്ക് ഒന്നുമില്ല. ഈ കുരിശിൽ ദൈവത്വം മനുഷ്യത്വത്തെ കണ്ടെത്തുകയാണ്. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. നമുക്ക് മനസ്സിലാക്കാം, കുരിശിൽ മശിഹ മരണത്തെ കൊന്നു. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പാടുന്ന പാട്ടാണ്. എന്നിട്ട് നിത്യജീവനെ നമുക്ക് പ്രദാനം ചെയ്യുകയാണ്.
കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണൻ കുരിശിൽ വെച്ച് മായിച്ചു കളഞ്ഞു എന്നാണ്. ഇന്ന് ഓരോരുത്തരും ന്യായപ്രമാണത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈ ന്യായപ്രമാണ ചിന്ത ഈ സ്ലീബ പെരുന്നാളിൽ കർത്താവിൻ്റെ കുരിശിനെ നോക്കി മാറിപ്പോകട്ടെ. ക്രിസ്തുവാണ്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. താങ്ക് യു.